ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനിന്നൊരു അവിയലിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ, ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, ബീൻസ്, പയർ, കായ ഒക്കെയാണ് അവിയൽ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിന് കഷ്ണത്തിലോട്ടുള്ള കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം മുളക് പൊടി ആഡ് ചെയ്യുവാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ കഷ്ണത്തിൽ നിന്ന് തന്നെ വെള്ളം വരും. എന്നിട്ട് ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി ഇതേപോലെ തന്നെ ഇളക്കിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അടച്ച് വെക്കാം. കഷ്ണം ഒന്ന് വേവുന്ന വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തൈര്, പച്ചമുളക്, ഒരു 2-3-4 പച്ചമുളക് ഞാൻ നടുവേ കയറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലോട്ട് തൈര് നമുക്ക് നല്ല അത്യാവശ്യം പുളിയുള്ള തൈര്, കൂടുതൽ പുളി വേണ്ട, അത്യാവശ്യം പുളിയുള്ള ഒരു തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉറവിക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഇതിലോട്ട് കഷ്ണങ്ങളിലോട്ട് യോജിക്കണം. അപ്പോൾ ഈ തൈരൊന്ന് കഷ്ണങ്ങളിൽ കടന്ന് കഷ്ണങ്ങളിലിട്ട് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഇതിന് ഇപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് കഷ്ണത്തിലോട്ട് ഉപ്പും പുളിയും എല്ലാം കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനോട്ട് നമുക്ക് തേങ്ങയുടെ ആ മിക്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കാം. അപ്പോൾ തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം അത് കുറേ നേരം ഇരുന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് നേരം ഇട്ടിട്ട് അവിയൽ ചൂടാക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ തേങ്ങ ഇട്ടു ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്